കോട്ടപ്പുറത്തെ ഭാഷ, കാസർഗോഡത്തെ ഭാഷ, അതാണ് നമ്മളെ ഈ കാസർഗോഡ് മുൻ. आपको सर क्या चाहिए मतलब हेयर स्टाइल्स में? ए मॉडल है ना जैन मालिक ഇവിടുത്തെ എല്ലാവരും മോഡൽ എടുക്കുന്നത് വെച്ചാൽ മെയിൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ആക്കും. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. കാസർഗോഡ് സ്റ്റൈലിന് ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഓരോരോ കൺട്രീസിൽ നിന്ന് ഓരോന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഡ്രസ്സായാൽ ഇറാൻ, പിന്നെ ആഫ്രിക്കൻ, സൗത്ത് ആഫ്രിക്ക അവിടുത്തെ മോഡൽസ്. പിന്നെ ഹെയർ സ്റ്റൈലാണെങ്കിൽ സൗത്ത് കൊറിയ അവരെ നോക്കും നമ്മൾ. പക്ഷെ മോഡൽ എന്തുകൊണ്ട് പകുതി ഇസ്ലാം എതിർക്കുന്നത് തന്നെ. പക്ഷെ നമ്മൾ എന്നാലും ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഇപ്പം ഇസ്ലാമിൽ പറയുന്നുണ്ട്, പിന്നെ താഴെ മുട്ടിന് ഇവിടെ താഴെ നേരാണെങ്കിൽ താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ അധികം മോഡലാക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ അത് ഇസ്ലാമിൻ്റെ മുകളിൽ എന്തായാലും ചെയ്യുന്നില്ല ഒരുറപ്പുണ്ട്. കാരണം ഏറ്റവും വലിയ ഇസ്ലാമിൽ പറയും നിസ്കരിക്കണം എന്നാണ്. അത് ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്. അതുതന്നെ എൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന ഒരു രീതിയിൽ 5 ടൈം നമ്മൾ ഉദ എടുക്കുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് വരുന്നു ഫേസിന്. ഫ്രീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ്ലി ടീനേജിലധികം ഈ എന്താ പറയുക മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരും ഡ്രസ്സിങ് കൂടുതൽ മോഡലിംഗ് അങ്ങനെയൊക്കെ ബൈക്ക് റേസ്, ബൈക്ക് സ്റ്റൺസ് അങ്ങനെയൊക്കെ ആയിട്ട് ലൈഫ് കുറച്ചും കൂടി ജോലിയായിട്ട് പോകുന്ന ആൾക്കാരെയാണ് ഫ്രീക്കേഴ്സ് എന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. ഇവിടെ മറ്റുള്ള നാടിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുക കാസർഗോഡിൻ്റെ ഡ്രസ്സിങ് ആണ്. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ലൈഫിനെ അനുസരിച്ചിട്ട് ജീവിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. ഗേൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പെങ്കൊച്ചിൻ്റെ കൂടെ നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ നിൽക്കില്ല പബ്ലിക്കായിട്ട്. നമുക്ക് ആ ഒരു ഇത് നോക്കുമ്പോൾ കാസർഗോഡ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് തന്നെയാണ് ഏറ്റവും വലുത്, ബോയ്സ് തന്നെയാണ്. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ഒരു കല്യാണം കഴിയുന്നവരെ മാത്രമായിരിക്കും ഒരു ഫ്രീക്വൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ സ്റ്റൈൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർമലായിരിക്കും, എല്ലാവരും എക്സിക്യൂട്ടീവ് ലൈഫിലാണ് ജീവിക്കുക. അത്യാവശ്യം ഒരു തൻ്റെ ഇടമുള്ള ഏതൊരു ആളെയും നമുക്ക് പുരുഷൻ എന്ന് പറയാം. അല്ലാതെ ആടൊരു ഇത് കാണുമ്പോൾ അത് ശരിയല്ല, നമ്മൾ ഇടപെട്ടാൽ ശരിയാവില്ല, അതിനോൻ്റെ ഒഴിഞ്ഞു മാറി പോകുന്നവരെ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു തവണ ഞാൻ മിസ്റ്റർ കാസർഗോഡായിട്ടുണ്ട്. എന്നെ ഞാൻ കാണുന്നത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാനായിട്ടാണ്. സങ്കടം ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. ഉള്ളിൽ സങ്കടം ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അത്ര ഇല്ല ഒരു രീതിയിലുള്ള ഒരാളല്ല. നമ്മളത് മനസ്സിൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അവിടെ സൂക്ഷിക്കുക, അത്ര തന്നെ. ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്നിനും നമ്മൾ
ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ഒന്നിനും പേടിക്കാനൊന്നുമില്ല. എൻ്റെ ജീവിതം എൻ്റെ റോൾ. അതുകൊണ്ട് ഒരിക്കലും ഫ്രീക്ക് എൻ്റെ മതത്തിന് മുകളിൽ ഞാൻ ഒരിക്കലും കാണില്ല. നമുക്കൊരു ജീവിതം, അത് കഴിഞ്ഞിട്ടൊരു മരണം, ആ ഒരു പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുന്നതാണ്. മോഡല് ജീവിതത്തിലൊരു കാഴ്ചപ്പാട് മാത്രം.